ടു ലെജൻസ്. നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഉദീജിതാറിന് തന്നെ ഒരു വെറൈറ്റി ഐറ്റം. നമ്മുടെ സാധാരണ വന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിക്ക് പകരം അജ്രക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മോഡൽ തന്നെ അതിൻ്റെ അകത്ത് പ്രിന്റ് ഡിഫറെന്റ് ആക്കി നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. കുറെ നല്ല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി നല്ലൊരു ഐറ്റം ആണ്. സ്റ്റഡി ഫസ്റ്റ് ഡിസൈൻ ഇതാട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ശരിക്കും പാകിസ്ഥാനിയുടെ ഡിസൈൻ അല്ല, നമ്മൾ കൊടുത്തേക്കുന്നത് മൊഡാലിന്റെ ഫീൽഡിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ആ ഒരു സെമി മൊഡാൽ എന്ന് പറയാം. നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പം പ്യുവർ മൊഡാലിൽ ടച്ച് ചെയ്യുന്ന പോലെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏകദേശം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്ന് കാണും. ഞാൻ ഇതിന്റെ ഒരു സെറ്റ് ആയിട്ടുള്ള കുർത്തയുടെ ഒരു പാറ്റേൺ ചെയ്തായിരുന്നു. അപ്പൊ അന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ട് നമ്മളതിങ്ങനെ ചെയ്യിപ്പിച്ചെടുത്ത കേട്ടോ. ആ ഒരു ഏകദേശം ഫീൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ദുപ്പട്ടയും എന്നാൽ റഫായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. വാഷബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ടോപ്പ് നമ്മൾ ജോർജറ്റാണ് കൊടുത്തേക്കുന്നത്. അതാകുമ്പം റഫായിട്ട് യൂസ് ചെയ്യാം. ജോർജറ്റ് തന്നെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അപ്പോൾ അത് എന്നും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് നല്ലതാണ്. പിന്നെ ദുപ്പട്ട നിങ്ങൾ അങ്ങനെ നോക്കണ്ട, എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാം. സാറിന് നമ്മൾ മൊഡാലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേറെ കളേഴ്സിന്റെ കൂടെ മാച്ച് ചെയ്തോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നും കാണിച്ചു പോകാം. എല്ലാം നല്ലതാണ്. കാരണം ആ ഒരു മൊഡാൽ ഫീൽ വരുന്ന ദുപ്പട്ട ആയതുകൊണ്ട് അത്ര എളുപ്പമാണ് ആ ഒരു ഐറ്റം കാണാനായിട്ട്. താഴെ സാധാരണ മൊഡാലില്ല, കൂടിയതിൻ്റെ അകത്ത് ശരിക്കും ഇതിന്റെ ഒറിജിനൽ ഐറ്റത്തിനൊക്കെ 4000 മേളിൽ റേഞ്ച് വരും. 3000-4000 റേഞ്ചിലാണ് ഈ ഒരു ഐറ്റം വരാറ് പ്യുവർ ഒറിജിനൽ മൊഡാലിന്. അപ്പൊ അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. ഫ്രണ്ട് പോർഷൻ ആ ഒരു മെയിൻ പോർഷൻ മൊത്തത്തിൽ ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ അങ്ങനെയല്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ മൊഡാലിന്റെ അതേ ലുക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് തോന്നിക്കും. ഡെയിലി ഉപയോഗിക്കാൻ ഇതാണ് നല്ലത്. മറ്റേതാകുമ്പോൾ നമുക്ക് ഡ്രൈ വാഷേ പറ്റുള്ളൂ, സൂക്ഷിച്ച് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ റഫ്യൂസിന് വേണ്ടി വരുന്ന സൈസ് മൊഡാൽ സിൽക്ക് എന്ന് പറയാം. താഴെ ഇത് കണ്ടില്ല, ടാസിൽസ് ഒക്കെ ആ ഒറിജിനൽ വരുന്ന അതേ രീതി തന്നെയാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിന്റെ കളർ ആണെങ്കിലും ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്, ബ്രിക്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ദുപ്പട്ടം ചെയ്തേക്കുന്നത്. നല്ല വലിപ്പമുള്ള ദുപ്പട്ട കേട്ടോ, അതൊന്നും ഒരു ടെൻഷനും അടിക്കേണ്ട. പിന്നെ ബോട്ടം വരുന്ന സെയിം നമുക്ക് ആ ഒരു ഇതിൽ നോർമലി വരാറുള്ള പോലെ തന്നെ നമ്മുടെ സാറ്റൻ സിൽക്കാണ് ബോട്ടം കൊടുത്തേക്കുന്നത്. ടോപ്പിന്റെ മെറ്റീരിയൽ ജോർജറ്റ്, ദുപ്പട്ട സെമി മൊഡാൽ സിൽക്ക്. അപ്പം നമുക്കിതിന് നമ്പർ V221, റേറ്റും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 899 രൂപ മാത്രമേ ഉള്ളൂ. 899. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഗ്രീൻ കളറാണ്. ഭയങ്കര രസമാട്ടോ ഇതിന്റെ ആ ഒരു ദുപ്പട്ട കാണാനായിട്ട്. ഇതുണ്ടല്ലേ, ആ ശരിക്കും പ്യുവർ മൊഡാലിൽ വരുന്ന സെയിം പ്രിന്റ് തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയായിട്ട് ഇത് നിൽക്കും. നമുക്ക് ആ ഒരു ഫീലൊക്കെ അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. ശരിക്കും കൂടിയതിന്റെ അതേ ലുക്ക് തന്നെയാണ് വരുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്. അതുമൊക്കെ നല്ല ഹൈറ്റിലുള്ളവർക്കൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ദുപ്പട്ട എടുത്തേക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് താഴെ ടാസൽസ് വരുമ്പോൾ എനിക്ക് 2.5 എബോവ് കിട്ടുമെങ്കിലേ ഉള്ളൂ. ഇതിന്റെ ടോപ്പ് പ്ലെയിൻ ആയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെറിയൊരു ബോർഡർ ഒക്കെ ഇതിന്റെ ആ ഒരു ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് ടോപ്പ് ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ ദുപ്പട്ടയുടെ എടുപ്പ് അതുപോലെ കിട്ടുന്നത്. അപ്പൊ ഇത് അതാവുമ്പോൾ നിങ്ങൾക്ക് വേറെതിന്റെ കൂടെയൊക്കെയാണ് മാച്ച് ചെയ്ത്, ഇപ്പൊ ടോപ്പ് ആയിക്കോട്ടെ ദുപ്പട്ട ആയിക്കോട്ടെ, നമുക്ക് മാച്ച് ചെയ്ത് വേറെതിന്റെ കൂടെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് പാറ്റേൺ. അപ്പൊ ആ ഒരു രീതി കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ എടുത്ത് ചെയ്തേക്കുന്നതാണ്. മാറി മാറിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം ടോപ്പിന്. ടോപ്പ് പിന്നെ കോമൺ എല്ലാത്തിനും കൂടെ ബ്ലാക്ക് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താകുമ്പോഴത്തേനും ബ്ലൂവിന്റെ ലൈറ്റ് ആഷോ ബ്ലൂവോ അല്ലെങ്കിൽ ബ്രിക്ക് ഷെയ്ഡോ മെറൂണോ ഏത് വേണം നമുക്ക് മാറ്റി മാറ്റി ആയാലും ഈ ദുപ്പട്ടയോട് ഉപയോഗിക്കാനും പറ്റും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാട്ടോ നമ്മൾ പ്ലെയിൻ ആയിട്ട് ടോപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ളത് മാറ്റി മാറ്റി ചെയ്ത് എടുത്തിട്ടാൽ മതി. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. ഇതിന്റെ നമ്പർ വരുന്നത് V225, റേറ്റ് 899. ഇതിന്റെ അടുത്ത ഷെയ്ഡ് എല്ലാ കളറും അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുള്ളൊരു. ഇതിന് നമുക്ക് ടോപ്പ് പറയുമ്പോഴത്തേനും ഒരു ഡാർക്കർ മജന്ത ടോൺ എന്ന് പറയാം. പക്ഷെ ദുപ്പട്ട വരുമ്പോഴത്തേനും ഒരു ഡാർക്ക് നമുക്ക് എന്താ പറയുക, ഓനിയൻ പിങ്കിന്റെ ലാവണ്ടറിന്റെയും കൂടെ ഒരു ബ്ലെൻഡർ കളർ എന്ന് പറയാം. ഓനിയൻ പിങ്കിന്റെ പോലത്തെ ഒരു ഷെയ്ഡാട്ടോ. കാരണം അത് ആ ഒരു മെറ്റീരിയലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മൊഡാലിൽ വരുന്ന പോലെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഫിനിഷില് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര അടിപൊളി കളറാട്ടോ ഇത്. നല്ല രസം ദുപ്പട്ട കാണാനായിട്ട്. ശരിക്കും മൊഡാലുമായിട്ട് വേറെ വ്യത്യാസമൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നിക്കുന്നുമില്ല. ഇങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് ആ ഒരു ടച്ച് ചെയ്ത് അങ്ങനെ ഫീൽ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വേരിയേഷൻ മനസ്സിലാവുള്ളൂ. എന്നാൽ പോലും നോർമലി ഭയങ്കര കൂടിയത് കയ്യിലുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു 4000 അടുത്ത് റേഞ്ച് വരുന്ന ആ സെയിം പ്രൊഡക്റ്റിന്റെ തന്നെ ഫീൽ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അത്ര എടുപ്പാട്ടോ. ഞാൻ അതുകൊണ്ടാണ് അത്ര എടുത്ത് പറയുന്നത്. നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല റീസണബിളാണ്. എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബോട്ടം വരുന്നു സെയിം കളർ തന്നെയാട്ടോ. നമുക്കിതിന്റെ നമ്പർ V231, റേറ്റ് 899. അടുത്തത് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആണ്. ബ്ലാക്കിനെ പറ്റി ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ഭംഗി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതാണെങ്കിലും ഞാൻ പറയാറുള്ള പോലെ ഇതിന് ഏത് ഷെയ്ഡ് വേണം ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ടയുടെ കൂടെ മെയിൻ ആയിട്ട് ബ്രിക്ക് ഷെയ്ഡ് ഒക്കെ ഇടുവാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല എടുപ്പിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു ബ്ലൂവിന്റെ കോമ്പിനേഷനോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഏത് ഷെയ്ഡ് എടുത്താലും നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് പോലെ ഇടാൻ പറ്റും.
അപ്പോൾ ആ ഒരു മൊഡാലിൻ്റെ ഇത് തന്നെ ആയതുകൊണ്ടാണ് കളർ ഇങ്ങനെയാണല്ലേ ഒരു എന്താ പറയുക നമ്മുടെ നോർമൽ ജെറ്റ് ബ്ലാക്കിലല്ല കിട്ടുക. പ്യുവർ മൊഡാലിൽ വരുമ്പോഴത്തേനും ഇങ്ങനത്തെ സൈസ് ഒരു ഷെയ്ഡ് ടൈപ്പ് കളേഴ്സ് ആട്ടോ. എല്ലാത്തിൻ്റെയും ആ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ വരും. നല്ല ഫീലുള്ള മെറ്റീരിയലും ആട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുൾ ബ്ലാക്കിൻ്റെ എടുപ്പ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ. ജോർജറ്റാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ V229, റേറ്റ് 899. നമുക്ക് അടുത്ത കളർ നല്ല ലാവണ്ടറിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ലാവണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡില്ലേ, ആ ഒരു ഡാർക്കർ ടോണിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ നല്ല ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ദുപ്പട്ടകളിൽ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ സെയിം കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ട് ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിടാവുന്നതാണ്. നമ്മളിപ്പോൾ സെയിം കളർ തന്നെ ടോൺ ടു ടോൺ ആണ് ചെയ്തേക്കുന്നത്. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുത്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ലുക്ക് ഇതാണ്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് V227, റേറ്റ് 791. നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് കളർ ഇതാ കേട്ടോ. ഇതൊരു ഡാർക്ക് ആഷ് കളറാണ്. അപ്പോൾ സാധാരണ ഗതിക്ക് ഇങ്ങനെ ആഷ് എല്ലാത്തിലും ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ ഇത് മൊഡാലിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കൂടിയൻ്റെ ഐറ്റത്തിലും ഈ ഒരു കളറിൽ ഭയങ്കര എടുപ്പാട്ടോ. കാരണം നോർമൽ ആഷ് അല്ല, ശരിക്കും ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു നമ്മുടെ ഇൻഡിഗോടെയൊക്കെ ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറയാം. അങ്ങനെ വരുന്ന ആഷ് കളറിന് നമുക്ക് കൂടിയൻ്റെ അകത്തും കാണാൻ നല്ല രസമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്താണ്. ആ ഒരു ഭംഗി ഇതിൻ്റെ അകത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഭയങ്കര അടിപൊളി ദുപ്പട്ടയാണ്. സെയിം തന്നെ, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എനിക്കൊന്ന് പ്രിന്റിന് ചെറിയ വേരിയേഷൻ മേ ബി കാണിക്കും, അങ്ങനെ അറിയാൻ പാകത്തില്ല കേട്ടോ. എല്ലാം സെയിം ഫീൽ തന്നെ. വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം. ആ ഒറിജിനൽ മൊഡാലിൻ്റെ അതുപോലെ കുറച്ച് വെയിറ്റ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം തന്നെ ഈ കളർ തന്നെയാണ് നമുക്ക് ടോപ്പിനും കൊടുത്തേക്കുന്നത്. പിന്നെ ആ ജോർജറ്റ് ആയതിൻ്റെ പേരിലുള്ള ചെറിയൊരു കളർ വേരിയേഷൻ മേ ബി അങ്ങനെ നിങ്ങൾക്കൊരു ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല കേട്ടോ. നല്ല രസമായിട്ട് തന്നെ നിന്നോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ബോൾ ഡിസൈൻ പോലെ ഇവിടെ കൊടുക്കും, അല്ലെങ്കിൽ നെക്കിൽ ചെറിയ എന്തെങ്കിലും ഹാൻഡ് വർക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ കോൺട്രാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് സെയിമിലും ഇടാം, കോൺട്രാസ്റ്റിലും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടത്തിന്. അപ്പോൾ ഇതിനൊക്കെ കളറിൻ്റെ കൂടെ ഈ ബ്രിക്ക് ഷെയ്ഡ് നന്നായിട്ട് മാറ്റും. ബ്രിക്കോ മെറൂണോ ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ബോട്ടം സെയിം കളർ തന്നെയാണ്. നമ്പർ V222, റേറ്റ് 899 രൂപ മാത്രമേ ഉള്ളൂ. 899.